back and once again on the Big Breakfast Club. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കല്യാണ പ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ബാക്ക് ടു ബാക്ക് പ്രാങ്ക് കോൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു. ഈ വർഷവും വിജയകരമായിട്ടുള്ള ഒരു ഇവന്റിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ പറയാറില്ല, ഈ സിനിമകളുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ടൈറ്റിലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കല്യാണമാണ്. ഇപ്പൊ കല്യാണ കുറിമാനം, അതും ഇതിന്റെ റിലീസ് ആവാത്ത സിനിമ, പിന്നെ കല്യാണ കച്ചേരി, കല്യാണ യോഗം, അങ്ങനെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ ഇതുമായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് ഒരിക്കലും പറ്റൂലല്ലോ. തീർച്ചയായും നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ പ്രാങ്ക് കോളുകളിൽ നമ്മൾ ഒരുപാട് പേരെടുത്ത് നമ്മൾ സംസാരിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഇതിനകത്ത് ഇവര് തയ്യാറാണോ, ഇവര് തയ്യാറല്ലെങ്കിൽ തന്നെ ഇവരെ തയ്യാറാക്കി അതിലേക്ക് കടത്തിവിടാനായിട്ടുള്ളവർ, പിന്നെ ചിലർക്ക് ചമ്മലുള്ളവർ. ഇത് ഞാനിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, കുറെ നോക്കി ടയർഡായി. അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ആളുകളെ നമ്മൾ മീറ്റ് ചെയ്തു. സോ ഓൾ ദിസ് വാസ് ഫോർ mformarry.com. കാരണം എവറി സീസൺ I think like twice a year they actually come to the city. They actually bring people together. They open registrations for families to come and register, to individuals to come and register. ഇത് കൂടാതെ over the period of years എന്തൊക്കെയാണ് ഇതിനകത്ത് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. It's a learning process for them as well. So let's welcome two very important people of mformarry.com. ഒന്ന് ഇതിന്റെ ഡിജിറ്റൽ സ്പേസിനെ ഈ പറയുന്ന പോലെ ലീഡ് ചെയ്യുന്ന സ്മിത is with us, and also ഈ ഒരു പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്ന ഷെറിൽ is there with us. So welcome Smita and Cheryl. Thank you Naila. സ്മിതയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹോംലി ഫീൽ. അത് എനിക്ക് നിങ്ങളുടെ ടീം വരുന്നു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ എല്ലാവർക്കും ഇവരുടെ ഫേസസ് കാണാം. സോ വെൻ യു കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് സ്മിത ആൻഡ് ടോക്ക് ടു ഹർ, ഷീസ് ലൈക്ക് സമ്മൺ ഫ്രം യുവർ ഓൺ ഹൗസ്. എനിക്ക് അങ്ങനെ തോന്നും, നമ്മുടെ വീട്ടില് ഒരു മുതിർന്ന ഒരു ചേച്ചിയോ അങ്ങനെ ഒരാളുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുന്ന പോലെ അങ്ങനെ ഷീ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ് ടു യു, മേക്ക് ഇറ്റ് സൗണ്ട് ലൈക്ക് വെരി ഈസി ആൻഡ് വെരി നോർമൽ. ഇപ്പൊ നമ്മൾ പറയണ എനിക്ക് ഇങ്ങനെ അത് നോർമലാണ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കല്യാണം കഴിച്ചെന്ന് പോലും അറിയില്ല, അത്രയും സ്മൂത്ത്. So Smita, we were talking about a lot of things off air. നമുക്ക് അതിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. mformarry.com അങ്ങനെ വീണ്ടും എത്തിയിരിക്കുകയാണ്. എത്ര നാളായി ഇങ്ങനെ നമ്മൾ ദുബായിൽ ഇങ്ങനെ ഒരു ടൂർ നടത്തി തുടങ്ങിയിട്ട്? I think ഒരു 6 to 7 years ആയിട്ട് we've been coming to UAE because UAE is like second home to every Malayali. എന്താന്ന് വെച്ചാൽ നമ്മുടെ when you look at the proportion, surprisingly mformarryയിലെ half of mformarry is global Malayalis. Okay. That means പകുതി പേരെ മലയാളികളുടെ നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് അക്രോസ് ഇന്ത്യ. സോ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഓൾ അക്രോസ് എ ഗ്ലോബ്. അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്നത്തെ മലയാളി യൂത്ത്. അതിൽ നിന്ന് ഏറ്റവും നല്ല ശതമാനം ഗൾഫ് കൺട്രീസ്. ആബ്സല്യൂട്ട്ലി. GCC ആണ് നമ്മുടെ ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് യൂസേഴ്സ് ഉള്ളത്, കാരണം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരും ഉള്ളത്. വൺസ് നമ്മൾ വീട് നമ്മുടെ നാട് അതിനപ്പുറത്തേക്ക് പോയി കഴിയുമ്പം then the matching algorithm of your soulmate is not as easy as what it had been. നാട്ടിലാണെങ്കിൽ പോലും എല്ലാവർക്കും അവരുടേതായ ഡ്രീംസ് ഉണ്ട് ആൻഡ് അവരുടേതായ എക്സ്പെക്ടേഷൻ ഉണ്ട്, ആൻഡ് ഫോർച്ചുനേറ്റ്ലി എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ട് ഓൺ വാട്ട് ദേ വാണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി കേറ്റർ ചെയ്യാനായിട്ട് mformarry അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ mformarryയുടെ ഡെഫിനിഷൻ തന്നെ നമ്മൾ അതാണ് പറയുന്നത്, a safe and secure space for you to match families. And ഈ ഒരു യുഗത്തിൽ, അതായത് we have the social media, we have dating apps which is very active അല്ലേ. അതിന്റെ ഇടയ്ക്കും കുറച്ച് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കല്യാണം ആലോചിക്കാനാണ് എപ്പോഴും mformarry.com പേരൻസ് ആയിട്ടൊക്കെ ആയിരിക്കും. ബട്ട് യു ബീയിങ് ദ പ്രോജക്ട് ലീഡ്, ടെൽ us Cheryl about how individuals come forward and say ഇതൊക്കെ ഉണ്ടെങ്കിലും I want to go this way എന്ന് പറഞ്ഞു വരുന്നവര്. ബിക്കോസ് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പേരൻസിനും ആസ് വെൽ ആസ് നമ്മളുടെ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന UIയും പുതിയ ഫീച്ചേഴ്സ് ഒക്കെയാണ്. സോ വെൻ യു കമ്പയർ വിത്ത് ദ കോമ്പറ്റീറ്റേഴ്സ് mformarry.com ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മളുടെ പേരൻസിനും ആസ് വെൽ ആസ് ഐ സെഡ് ബിഫോർ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസിനും കൊടുക്കും. ഇപ്പൊ ഞാനൊരു ബ്രൈഡായിട്ട് വരികയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു, എന്റെ ഏജ്, മറ്റു കാര്യങ്ങൾ. സോ ഞാൻ അതിനകത്ത് എഴുതും എനിക്ക് ഇങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത്, അതിനകത്ത് ഏജ് ഉണ്ടാവും, ആളുടെ ഇപ്പം കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്യും. സോ ഹൗ ഡു യു ആക്ച്വലി ഡു ദാറ്റ്? യു ഡു ലൈക്ക് നിങ്ങളിരുന്ന് ഇൻഡിവിജ്വലി നിങ്ങൾ കേസ് ബൈ കേസ് ആയിട്ട് എടുത്ത് ചെയ്യുവാണോ, ഓർ ഇസ് ഇറ്റ് എ സിസ്റ്റം മാനേജ്ഡ് തിങ്? ഇറ്റ്സ് എ സിസ്റ്റം മാനേജ്ഡ് തിങ്. അതാണ് സെൽഫ് സർവീസ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് അസിസ്റ്റഡ് സർവീസ് വേറെ ഒരു പാക്കേജ് ഉണ്ട്. പക്ഷെ സെൽഫ് സർവീസിൽ തന്നെ നമ്മളുടെ ബിഹേവിയർ ഇത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് റെക്കമെൻഡേഷൻസ് തരും. ശരി. സോ എക്സാക്ട്ലി വാട്ട് യു വാണ്ട്, we can, our system is competent to deliver that. ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയായിരുന്നു എല്ലാം നമ്മൾ പേരൻസിനാണ് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ പേരൻസ് എല്ലാം തിരിച്ച് അവർക്കാണ് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക്
കല്യാണം കഴിക്കേണ്ട വ്യക്തിക്ക് തന്നെ അവരെക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റിയും ഫോക്കസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അവരുമായിട്ട് ഇപ്പം സംസാരിക്കുമ്പോൾ അവരുടെ പ്രിഫറൻസസ് പറയുന്നതും അത് കേൾക്കുന്നതും അതിനെ പറ്റിയിട്ടുള്ള നല്ല മാച്ച് കണ്ടെത്താനും ഒക്കെ എങ്ങനെയായിരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്? ബിക്കോസ് ഇപ്പം പെൺകുട്ടികൾക്കാണെങ്കിൽ തന്നെ പേരൻസും ഹെൽപ്പ് ചെയ്യും, സിബ്ലിങ്സ് പ്ലേസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ. പിന്നെ നമ്മളുടെ ബ്രൈഡ്സും ഫൈനൽ ഡെസിഷൻ ഇസ് ബ്രൈഡ്സ്. അപ്പോൾ ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെരി പെർട്ടിക്കുലർ. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെ ഒരാളെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അത് അവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ദിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ടു ഈച്ച് അതർ, വീഡിയോ കോളിംഗ്. ബിക്കോസ് പലരും പല സ്ഥലത്താണ് വീഡിയോ കോൾ ചെയ്തൊക്കെ മനസ്സിലാക്കി ഒരു 6 months 1 year ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ദി ഫൈനലി ഗെറ്റ് മാരീഡ്. And Smita, like you've been working with Empomarry.com for so many years, alle. So what is this നമ്മൾ paradigm shift എന്നൊക്കെ പറയുന്ന പോലെ, what is this big change that you've seen over the years? The biggest change that I've seen is basically because എനിക്ക് തോന്നുന്നു initial years when we started off doing the entire bringing together Empomarry, because Empomarry came from a heritage, because we've been doing matrimonial classifieds where people been there for a long time. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡിജിറ്റലിലേക്ക് ആൾക്കാർ വന്ന് തുടങ്ങുന്നു എന്നുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ Empomarry കൊണ്ടുവന്നത്. ആ സമയത്ത് നമുക്ക് ഭയങ്കര ഹാൻഡ് ഹോൾഡിങ് ചെയ്യേണ്ടി വന്നു. കാരണം വെച്ചാൽ we have entire generations of parents who went online because they wanted to do Empomarry. Understood? So basically hand holding and being with the customer was ingrained in the brand values. നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് അവരുടെ ഒപ്പം നിൽക്കണം. Like what Naila you first articulated and said is like a member of your family. It really is a member of your family. Like I have a mother who actually come back and told my customer care assistant team, said that ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. മൈ ഫാമിലി ഈസ് ലൈക്ക് റിയലി നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹോൾ തിങ്. കുട്ടികളോട് ചോദിച്ചാൽ അവരെപ്പോഴും ബിസിയാണ്. പക്ഷേ like the particular person who's assisted has been with me all through. So you've been that member of my family. Ellarum connected. So the conversations that we have with the customers is not just about matching each other. It's also about knowing them better, being with them, understanding what their priorities are, what their pain points are. ഇതൊരു ഒരു ലോങ് പ്രോസസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലല്ലേ ഇത് റിയലി I think people also have a misconception that you register, you find it's an algorithm, it will match you and then you match, but people can't be matched like that. People are experienced goods alle. ഒരാളെ മറ്റാളെ ഇഷ്ടപ്പെടുന്നതിന് there are so many other reasons beyond what they say. അപ്പോ actually this is also another project that we're taking up with AI. എന്താണ് നമ്മളുടെ why is it that you like a particular person, why is it that you don't like another person, why is it that some families gel with each other and some they don't. അപ്പോൾ നമുക്ക് അൺസ്റ്റേറ്റഡ് ആയിട്ടുള്ള പ്രിഫറൻസസ് ഉണ്ട്, നമ്മുടെ ബിഹേവിയറിൽ. ഈ ഒരു മാച്ചിങ് ഇത് ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ അസിസ്റ്റന്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാച്ച് മേക്കേഴ്സ് ഉണ്ട് കേട്ടോ. 10, 12, 14 വർഷമായിട്ട് ഇതുപോലെ ആൾക്കാരുടെ കൂടി ഇരിക്കണം. അവർക്കറിയാം. അവർ ഞങ്ങളോട് പലപ്പോഴും പറയും, ഈ കണ്ടു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഒരാളുടെ മാച്ചിങ് കണ്ടപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അയ്യോ ഇത് വേണ്ട ബിക്കോസ് ഓഫ് ദിസ് റീസൺ. ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ഇഫ് ഓൺലി ഒരു പ്രാവശ്യം ദേ സ്പീക്ക് ടു ദം, ഞങ്ങൾ ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്നു, ഞങ്ങൾക്ക് അറിയാം ഹൗ വെൽ ദേ മാച്ച്. സോ there's been a lot of changes. നമുക്ക് ലാസ്റ്റ് ചോയ്സ് മീഡിയ ആയിട്ടായിരുന്നു നമ്മൾ തുടങ്ങുമ്പോൾ. വേറെ കല്യാണം നടക്കാത്തവർക്ക് വേണ്ടി ഇന്ന് ഫസ്റ്റ് ചോയ്സ്. ഈവൻ സേസ് ഞങ്ങൾ നോക്കി തുടങ്ങിയിട്ടില്ല, എന്നാലും ഞങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാണ്. നല്ലവരാരെങ്കിലും കൈവിട്ട് പോകരുതല്ലോ. I think we all appreciate the fact that it is a process. Right. It's just like how you apply for a job. നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ അയക്കുന്നു. അല്ലാതെ നമ്മൾക്ക് ഇവിടെ ജോലി ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ജോലി ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. നടത്തണം. ഞാൻ പണ്ട് വളരെ ചെറുതായിരിക്കുമ്പോ വീട്ടിൽ വരുന്ന പത്രത്തില് നമ്മൾ നോക്കുമായിരുന്നു ഇതിനകത്ത് മാട്രിമോണിയൽ, അതായത് നമ്മൾ ഈ കാറ്റഗറിയിൽ ഓക്കെ ആണെന്ന് അറിയാൻ. ഫെയർ അല്ല, ടോൾ, ഒരുപാട് പൊക്കം വേണ്ട, അതിലും ഔട്ടായി. അപ്പൊ നമ്മള് വി ട്രൈ ടു പുട്ട് ourselves inside that box and see whether we fit. Now ഇതിപ്പോ അങ്ങനെയല്ല. Now we are seeing who fits us. I'm talking about from the women's perspective. അവർ പഠിച്ചു തുടങ്ങി, അവർ വിദേശത്ത് പോയി ജോലി ചെയ്ത് തുടങ്ങി, അവർ ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങി, ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കാൻ തുടങ്ങി, 30 വയസ്സിന് മുകളിൽ വെയിറ്റ് ചെയ്ത് തുടങ്ങി, അതിനുശേഷം മതി കല്യാണം എന്ന് വിചാരിക്കുന്നവരായി അല്ലേ? അത് മാത്രമല്ല, ഇപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിംഗിൾ വീണ്ടുമാകുന്ന ഒരുപാട് ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് ഇപ്പൊ ഒരിക്കൽ സിംഗിൾ ആയിരുന്നു, പിന്നെ മാരീഡ് ആയി, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സിംഗിൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒരു ശതമാനം ഭയങ്കരമായിട്ട് കൂടുകയല്ലേ. അപ്പൊ നേരത്തെ നൈല പറഞ്ഞതുപോലെ ആ ടൈപ്പ് ഓഫ് ആൾക്കാരും ഈ കൈൻഡ് ഓഫ് ആൾക്കാരും തമ്മിലുള്ള ഒരു വലിയ സമൂഹം ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അതിനെ ഒരു രണ്ടും തമ്മിൽ രണ്ടാക്കി മാറ്റി വേർതിരിച്ച് വെക്കേണ്ട കാര്യമില്ലാത്ത ഒരു കാലത്തേക്കാണ്
രീതിയിലാണ് നമ്മൾ പോകുന്നത്. Correct. Like what you said, people last time that we've just been speaking about this, we actually did an entire campaign with one of our brand partners on second sunrises. Because ലൈഫിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക്. അപ്പൊ അതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ പലതരം സാഹചര്യങ്ങൾ നമുക്ക് വരാം. ആൻഡ് ദർ ഇസ് നോ സ്റ്റിഗ്മ. There's no stigma in saying that I'm marrying for the second time. See, it's just hope, right? Yeah. നമുക്കൊരു ഐഡിയൽ പാർട്ട്ണർ അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഹാപ്പി ലൈഫ് വേണം അല്ലേ? നമ്മുടെ ഒബ്ജക്റ്റീവ് അതല്ലേ? So whether it's with a partner, then you have an emotional partnership, you have കാരണം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന പല ചോയ്സുകളും റൈറ്റ് ഓർ റോങ് എന്നുള്ളത് പലതും വരുമല്ലോ, അതുപോലെ തന്നെ ഇതിലും ആകാമെന്നുള്ളത്. Absolutely. That I'm saying is നമുക്ക് അതിനു വേണ്ടി ഒന്നിനും നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. We have around 15% of our members are people who are trying for the second time. അതിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് തന്നെയല്ല, ഇത് പഴയ പോലെ നമ്മളിപ്പോൾ ടിക്ക് ബോക്സ് ചെയ്യുന്ന പോലെ നൈല പത്തേ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫെയർ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ബോഡി ടൈപ്പ്. See, these are things that we do not want Emfamary to specifically focus on. So നമ്മൾ ആക്ച്വലി ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞ എൻ്റെ കാറ്റഗറിനെ സൈറ്റിൽ നിന്ന് we do not have this. And second is there are some things that we say that we are for all people. അപ്പം നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അഡ്മന്റ് ആയിട്ടൊരു സ്റ്റാൻഡ് ഇല്ല. പക്ഷെ സം തിങ്സ് വി വെരി ഷുവർ ദാറ്റ് Emfamary ഷുഡ് നോട്ട് ബി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഡിസേർണിംഗ് ആയിട്ടുള്ള യൂത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷന്റെയും കൂടി റെപ്രസെന്റേറ്റീവ് ആണ്. അങ്ങനെ ഒരു കോളം ഉള്ളപ്പോഴല്ലേ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അതിന്റെ ആവശ്യമില്ല. അത് ചിന്തിക്കേണ്ട പോലും കാര്യങ്ങളില്ല. നമ്മൾ ആരെയും ഒരാളുടെയും പ്രിഫറൻസുകളെ നമ്മൾ അങ്ങനെ വേണം എന്ന് പറയല്ല. പക്ഷെ ആസ് എ ബ്രാൻഡ് there are some things that we beautiful Smita, that's such a beautiful stand that you have taken. ഇപ്പൊ ഈ വാക്കുകൾ സ്മിത പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, നമ്മളിപ്പോ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ആഗ്രഹം എന്താണ്, അവർ തന്നെ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പം സ്മിതയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു വലിയ പ്രചോദനമാവും. അവരും നമുക്ക് നേരിട്ട് മെസ്സേജ് അയക്കും, ഐ വാണ്ട് ടു ബി എ പാർട്ട്. 100%. അതായത് എത്തിക്സോട് കൂടി മുന്നോട്ട് പോകുന്ന അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് സോ നൈസ് ദാറ്റ് വി ഹാഡ് ദിസ് കോൺവെർസേഷൻ ഹിയർ ടുഡേ. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജോൺ പറഞ്ഞതുപോലെ നമ്മൾ Emfamary.com ഈ ഒരു നിങ്ങൾ വരുന്ന ഈ ഒരു ഹോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ സൈഡിൽ നമ്മുടെ സിംഗിൾസ് മീറ്റപ്പ് നടക്കുന്നുണ്ട്, വിച്ച് ഇസ് അഗൈൻ എ ന്യൂ തിങ്. വെൻ വി സ്റ്റാർട്ടഡ് ദിസ് ലൈക്ക് ഐ തിങ്ക് 2 years ago, വി വർ ലൈക്ക് സിംഗിൾസ് മീറ്റപ്പ്, ഇതൊരു ഡേറ്റിംഗ് ആ ഒരു സംഭവം നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇത് പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അവിടുന്ന് തുടങ്ങി ഇറ്റ്സ് ബീൻ മെനി സീസൺസ്. ആയത് നമ്മൾ 4ാമത്തെ പ്രാവശ്യം തോന്നുന്നു ഈ സിംഗിൾസ് മീറ്റപ്പ് നടത്തുന്നത്. സോ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എണ്ണം കൂടുതലാണ്, പക്ഷെ കൂടുതലും പുരുഷന്മാരാണ് വരുന്നത്. സോ ഇഫ് ദർ ആർ വിമൻ ലിസ്ണിംഗ് ടു അസ് റൈറ്റ് നൗ, ഓർ പേരൻസ് ഓർ ഫ്രണ്ട്സ് ഓഫ് വിമൻ ഹു ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ എ മാരേജ്, ഓർ അവർ കുറച്ച് നാൾ ട്രൈ ചെയ്തു, ഇനിയിപ്പോ വേണ്ട അല്ലെങ്കിൽ ഇനിയിപ്പോ പിന്നെ ആകാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് മേ ബി ദ റൈറ്റ് പേഴ്സൺ ഇസ് ദേർ. അല്ലേ? സ്മിതയുടെ വാക്കുകൾ വളരെ ഊർജ്ജം തരുന്നതാണ്. നിങ്ങൾ മുന്നോട്ട് വരൂ. But that's really true because you have the എല്ലാത്തിനും you have the right partner. It's only finding them that is a struggle. ഇപ്പൊ മാം എപ്പോഴും എൻ്റെ അടുത്ത് പറയും, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഇൻലോസ്, എൻ്റെ പേരൻസ് പുറത്തായിരുന്നു, പക്ഷെ ഇൻലോസ് എനിക്ക് ശരിക്കും എൻ്റെ പേരൻസിനെ പോലെ തന്നെയാണ്. സോ നല്ലൊരു ഫാമിലിനെ കിട്ടുന്നതും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുന്നതും ഇറ്റ് മേക്സ് ഓൾ ദി ഡിഫറൻസ്. Emfamary എന്നാണോ ഷെറിലിനും കിട്ടിയത്? I think it was before her time. Like, we didn't have a product at that point that we did have to help her. But then the fact is, yes, but ഞങ്ങൾ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ തന്നെ കല്യാണം കഴിച്ചു. I think we've also taken them on air last time. We've taken them every single day. We've heard stories from people of them. People have been close, living like ഒരു street away from each other were matched. And people entire continents away. അവരെയും നമുക്ക് So it's take a chance on hope. It has to be from that platform where നമ്മളുടെ മനസ്സിൽ ആ പോസിറ്റിവിറ്റി ഉണ്ടാവണം. നമ്മൾ ഇതിനൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് വരികയാണെങ്കിൽ 100% sure Emfamary will be able to give you the right person. All right, that's really nice. അപ്പം Emfamary.com പേരിൽ തന്നെ ഉണ്ട് വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ്. ഗോ there, register. If you can go and meet them, നാളെയും മറ്റന്നാളും, അതായത് 6ാം തീയതിയും 7ാം തീയതിയും നോവോട്ടൽ ദേരയിൽ വൈകുന്നേരം നമ്മളൊരു 4 മണി തൊട്ട് തന്നെ the team will be there. You can directly meet Smita, Cheryl and all of them and speak. Talk about your choices, register. പിന്നെ നിങ്ങൾ സിംഗിൾസ് മീറ്റപ്പിന് തയ്യാറാണെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇവിടെ ഒരു കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് കേട്ടിട്ട് വീണ്ടും കല്യാണം കഴിക്കാൻ തോന്നുന്നു, പക്ഷേ വൈഫ് സമ്മതിക്കില്ല. Thank you once again for joining us.